എന്റെ കഥയിലെ നായിക അതീവ സുന്ദരിയാണ്. അവളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആദായ വിൽപ്പന ചേച്ചിയെ ആദായ വിൽപ്പന 50 രൂപയുടെ സാധനങ്ങൾ വെറും 9 രൂപയ്ക്ക്. 50 രൂപയുടെ സാധനങ്ങൾ നല്ല ഒന്നാം തരം സാധനങ്ങൾ 50 രൂപയുടെ സാധനങ്ങൾ വെറും 9 രൂപയ്ക്ക്. ഏതെടുത്താലും 9 രൂപ മാത്രം. ഏതെടുത്താലും 9 രൂപ മാത്രം. ചേച്ചിയെ ആദായ വിൽപ്പന നമ്പർ 1 ഉൽപ്പന്നങ്ങൾ. അയ്യോ നടന്ന് ഊപ്പാട് എത്തി സാറേ. വൻപിച്ച ആദായ വിൽപ്പന. ഓപ്പൺ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും 50 രൂപ വിലയുള്ള സാധനത്തിന് വെറും 9 രൂപ മാത്രം. നമ്പർ 1 സാധനങ്ങളാണ്. അടച്ചിക്കാതെ മടിച്ചിക്കാതെ സെലക്ട് ചെയ്ത് സാർ. ഇതൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. അങ്ങനെ പറയരുത് സാറേ. 100% ഗ്യാരണ്ടിയുള്ള സാധനമാണ്. ഒന്നാം തരം ചൈനയുടെ ഉൽപ്പന്നങ്ങൾ. എന്നാ ഡ്യൂപ്ലിക്കേറ്റ് ആയിക്കോളൂ. സാറുള്ള ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇനി ഞാൻ ഒരു സത്യം പറയാം. ഇവിടുത്തെ മനുഷ്യരെ ചന്ദ്രനെ നോക്കിയപ്പോഴേ ഒരൊറ്റ സാധനം മാത്രമേ കണ്ടുള്ളൂ. ചന്ദ്രന്റെ വീട്ടിൽ പോയി നോക്കിയാലേ ഒറ്റ സാധനം മാത്രമല്ല, ബീരാന്റെ ചായക്കടയും ശൗന്തലയുടെ ഡ്രൈവിംഗ് സ്കൂളും ഒക്കെ കാണാൻ പറ്റും. ആ ചന്ദ്രൻ അല്ല ഈ ചന്ദ്രൻ, സാക്ഷാൽ ചന്ദ്രഗോളം. ചന്ദ്രന്റെ മണ്ണിൽ നിന്ന് നോക്കിയാലേ ചൈനയുടെ വൻമതില് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ആ ചൈനക്കാർ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുവോ സാറേ? ഇതൊക്കെ വെറും പരദൂഷണം, കിംവദന്തി. എന്നാ പിന്നെ നോക്കിക്കളയാം. രമണി, നിനക്കെന്തെങ്കിലും വേണോ? ഓ, പറഞ്ഞതുപോലെ അവളെ ഏതാണ്ട കലക്കാൻ പോയേക്കാണ്. ഉഗ്രം മാലയാണല്ലോ സാറേ കഴുത്തേ കിടക്കണത്. കുറഞ്ഞൊരു 1.5 പവൻ കാണും അല്ലേ സാറേ? 1.5 പവനോ? ബാക്കി എവിടെ പോയി? ഇത് തികച്ചുവേ 2.5 പവനുണ്ട്. 2.5 പവൻ വെച്ച 25,000ന്റെ ഉരുപ്പടി. ഈ സാധനം എല്ലാം കൂടെ വിറ്റ കൂടി അവർ 500 രൂപ കിട്ടും. ഇയാളെന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. സാർ സെലക്ട് ചെയ്യണ സാർ. പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത് മരമണ്ടൻ 30 രൂപ വിലയുള്ള മുക്കുവട്ടം പൊട്ടിച്ചുകൊണ്ട് ഓടുന്നതായിട്ടില്ലേ? എന്തായാലും ഇതൊരു 10,000 രൂപയുടെ സാധനം ഉണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഈ രമണന്റെ അടുത്ത് അവന്റെ കളി. രമണൻ ഇപ്പൊ കഥാപ്രസംഗമൊക്കെ നിർത്തി പുതിയ തൊഴിൽ തുടങ്ങിയോളാ. വല്ല അമ്പലത്തിലും ആനയടഞ്ഞു കാണും. കിട്ടിയ സാധനങ്ങളോട്ട് രമണൻ അപ്പോഴേ മുങ്ങിക്കാണും. അല്ല അത് 5 രൂപ സാധനങ്ങൾ രമണൻ എവിടെ നിന്ന് കിട്ടാനാ? അല്ലെങ്കിലും കഥാപുസ്തകത്തിലും രമണന് പറ്റിയ പണി ഇതൊക്കെ തന്നെയാ. അയ്യോ അതൊന്നും അല്ല. ഓസിന് കുറച്ച് സാധനങ്ങൾ കിട്ടിയപ്പോ ഞാൻ ചെറിയൊരു സൈഡ് ബിസിനസ് തുടങ്ങാൻ കരുതി. എല്ലാം നല്ല നമ്പർ 1 ഉരുപ്പിടികളാ. വേണമെങ്കിൽ എനിക്കിത് നിങ്ങൾക്ക് 50 രൂപ തരാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വെറും 25 രൂപ തരും. ഏതെടുത്താലും 25 രൂപ മാത്രം. ഓണത്തിന്റെ ഇടയില രമണന്റെ ഒരു ആക്രി കച്ചവടം. ഇതെല്ലാം വലിച്ചെറി. നമ്മുടെ വൈദ്യർക്ക് ഉലനാഞ്ചായിട്ട് ലോട്ടറി അടിച്ച് രൂപ 1 2 അല്ല 2 കോടിയാ. 2 കോടി മനസ്സിലായോ? ദൈവമേ, എനിക്കിത് വിശ്വസിക്കാനേ കഴിയില്ല. വിശ്വാസം വരുത്തി തരാം. ഞങ്ങൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ഞങ്ങള് ബീരാനല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ സമയങ്ങളെ നമുക്ക് ബീരാനെ കാണാം. ബീരാനെ ബീരാനെ മൈമൂന ബാപ്പനെ വിളിച്ചേ. വേഗം ടിക്കറ്റ് മാറി കാശാക്കാറുള്ളല്ലേ. ബാപ്പ ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? അല്ല, ഞാൻ കാലത്ത് കഥാപ്രസംഗം കഴിഞ്ഞു വരുന്ന വഴി ബീരാനെ കവലയിൽ വെച്ച് കണ്ടതാണല്ലോ. പിന്നെ ഇത് എവിടെ പോയി? ബാപ്പ സിറ്റിയിലോട്ടാ പോയത്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അല്ലെ പോകാൻ നേരത്തെ എന്തെങ്കിലും ഡ്രങ്ക് പെട്ടിയോ ചാക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയോ? ഇല്ല. അല്ലെ കാശെങ്ങാനും ബാങ്കിന്ന് മാറിയെടുക്കുമെന്ന് അറിയണ്ടേ? അതിനു വേണ്ടി നിങ്ങളെല്ലാവരും എന്തിനാ ബാപ്പനെ തിരക്കുന്നത്? കാര്യമുണ്ട്. മൈമുന ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് ഓർത്ത് നോക്കി. ഇവിടുന്ന് ഇറങ്ങുമ്പോ ടിക്കറ്റ് എന്നോ കാശെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ നിങ്ങൾ ആരെങ്കിലും വന്നു ചോദിച്ചാൽ ഒരു ചായ പോലും കടം കൊടുക്കരുതെന്ന് പറഞ്ഞു. ആ പിന്നെ ഏതോ ടിക്കറ്റിന്റെ കാര്യം കൂടി പറഞ്ഞു. രാവിലെ പോയാലേ ടിക്കറ്റ് മാറി കിട്ടുള്ളൂ പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒന്നും ബാപ്പ എന്നോട് പറഞ്ഞില്ല. അപ്പൊ അതാണ് ബീരാൻ നിങ്ങളെ പറ്റിച്ചു. ടിക്കറ്റ് മാറ്റി പണം കൊണ്ട് ഒറ്റ കടിച്ചു മാറ്റാനാണ് ബീരാൻ നിങ്ങളോട് പറയാണ്ട് പോയത്. എന്നോട് ഈ ചതി ബീരാൻ കാണിച്ചില്ല. ബീരാനിൽ നിന്നും ഒരിക്കലും ഞാൻ ഈ ചതി പ്രതീക്ഷിച്ചില്ല. പാമ്പം പാലത്തിന്റെ ഉറപ്പുണ്ടെന്നുള്ള വിശ്വാസമല്ലേ ആ വഞ്ചകൻ തകർത്തത്. ചതി, വിശ്വാസ വഞ്ചന, ഇതൊന്നും ഒരു യഥാർത്ഥ രാജ്യസ്നേഹി പൊറുക്കുന്നതല്ല. സാധാരണക്കാരും പൊറുക്കിയല്ല. നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു ഉണ്ട ഒപ്പിച്ച് തരൂ. ഇതിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. പ്ലീസ് ആരെങ്കിലും ഒരു ഉണ്ട തരൂ. ഒരു ഉണ്ട തരൂ. ഒരു ഉണ്ട തരൂ. ഒരു ഉണ്ട തരൂ. ഇതിലിടാൻ ഒരു ഉണ്ട തരൂ. ഒരു ഉണ്ട തരൂ. ആരെങ്കിലും തരൂ. ഓ മൈ ഗോഡ്. എല്ലാവരും ഉണ്ടല്ലോ. ഹലോ നമസ്കാരം. മൈമുന ഉണ്ടംപൊരി ഉണ്ടോ? ഉണ്ടംപൊരി ഇല്ല, ഉണ്ടയില്ല, ബീരാനും ഇല്ല.
അയ്യോ വല്യാങ്ങളുടെ മോൻ അവധിക്ക് വീട്ടിൽ വന്നിരിക്കുക. അവനാണെങ്കിൽ ഉണ്ടംപൊരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. ആർത്തിയായിരിക്കും. ചേട്ടാ ഇനി ഉണ്ടംപൊരിക്ക് ഞാൻ എവിടെ പോകും? ടീച്ചർക്ക് ഉണ്ടംപൊരിയുടെ പ്രശ്നം, ഇവർക്ക് 2 കോടിയുടെ പ്രശ്നം. ആകെ ഇവിടെ മൊത്തം ടോട്ടലി പ്രശ്നം. 2 കോടിയോ? അതെന്തുവാ? മേഡത്തിന്റെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതല്ലേ 100 രൂപ മുടക്കി ആ ലോട്ടറി എടുക്കാൻ. ആ ലോട്ടറിക്കാ ഇപ്പൊ 2 കോടി അടിച്ചിരിക്കുന്നത്. ദേ, ഇവർക്ക് 2 പേർക്കും കൂടി. എന്റെ ആരും തൊട്ടില്ല, ആരും തൊട്ടില്ല. മൈമുന, കുറച്ച് വെള്ളം കൊടുത്തോ, വെള്ളം, 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 വെള്ളം. ഇത് അറ്റാക്കാന്നാട്ടോ എനിക്ക് തോന്നണേ. ടീച്ചർ എങ്ങനെ ഇവിടെ കിടന്ന് തട്ടിപ്പോയാ നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. ഞാൻ ടീച്ചറുടെ സ്വന്തമാണ്. ഇവന്റെ ടിക്കറ്റിന് 1ാം സമ്മാനം അടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ സമയത്ത് 2 കൽപ്പിച്ച് ഒരു 100 രൂപ മുടക്കിയിരുന്നെങ്കിൽ. പോയ വണ്ടിക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എന്നാ കാര്യം? കേറണ്ടപ്പ കേറാനുള്ള ബുദ്ധി കാണിക്കണം. അല്ലാതെ പോയ ബുദ്ധി നീ ആന പിടിച്ചാ അത് correct. അത് തന്നെ. ടീച്ചർ ലോട്ടറി എടുക്കായിരുന്നതും ഞങ്ങൾ ലോട്ടറി എടുത്തതും ഒരുപോലെ തന്നെയാ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? തീരാൻ ടിക്കറ്റും കൊണ്ട് മുങ്ങിയില്ലേ? അതിനിടയ്ക്ക് അങ്ങനെ ഉണ്ടായോ? പിന്നെ ഒന്നും പറയണ്ട ടീച്ചറെ. ആ തിരുട്ട് റാസ്കലല്ലേ ടിക്കറ്റ് ഏൽപ്പിച്ചത്. വിനാശകാലേ ഓപ്പോസിറ്റ് ബുദ്ധി. അതെ, ബാങ്കിൽ ചെന്ന് ടിക്കറ്റ് മാറി കാശ് കൊടുത്ത് നാട് വിടാനാണ് വീരാന്റെ പ്ലാൻ. അതെ, മൈമുന ഇവിടെ ഉള്ളതുകൊണ്ട് പാതിരാത്രി ആയാലും ബീരാൻ ഇവിടെ വരാതിരിക്കും. ആ പകനെ നമുക്ക് ഒളിച്ചിരുന്ന് പിടിക്കാം. അത് കൊള്ളാം. ആ അങ്ങനെയാണെങ്കിൽ ആ ഓപ്പറേഷൻ ഈ പട്ടാളം ഭർഗവൻ ഏറ്റെടുത്തിരിക്കുന്നു. ഓപ്പറേഷനോ? ആർക്കാണ് ഓപ്പറേഷൻ? അതല്ല, എടോ ബീരാൻ വരുമ്പോ വലയിൽ വീഴ്ത്താനുള്ള കമാൻഡോ ഓപ്പറേഷൻ. 1996 ഞാൻ ലഡാക്കിലായിരുന്നപ്പോൾ ഒരു ഓപ്പറേഷൻ അത് നടത്തിയിട്ടുണ്ട്. പൈൽസിന്റെ അല്ലേ? അത് 72-ൽ, ഇത് 96-ൽ. ആണ്ട ടിക്കറ്റ് മാറ്റി വീരാൻ വരുന്നു. വല്ല വാമ മാറ്റം ഉണ്ടോ? മോളെ മൈമുന, നല്ല കടുപ്പത്തില് ബാപ്പായ്ക്ക് ഒരു കട്ടൻ ചായ എടുക്ക്. ഒരുപാട് രാജ്യദ്രോഹികളുടെ ബ്ലഡ് ചിരിച്ചിട്ടുള്ള തോക്കാണിത്. ഈ തോക്കിന് മുന്നിൽ സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ. വീരാൻ ടിക്കറ്റ് എടുത്തോ. പിന്നെ അതിനല്ല ഞമ്മള് കാലത്തെ പോയത്. അതുകൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഓഹോ, അപ്പൊ കാശും മാറിയല്ലേ? പിന്നെ മാറാണ്ട് പറ്റുമോ? ഇപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമായല്ലോ. ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോ വീരാനെ എന്ത് ചെയ്യണമെന്ന്. ഏതായാലും തട്ടണ്ട. നമ്മളുമായിട്ട് ഇത്രയും നാളും സഹകരിച്ചല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടിയാൽ മതി, പ്രശ്നം പരിഹരിക്കാം. അതെ, 2 കോടി രൂപ, അതിലൊരു വ്യത്യാസവും ഇല്ല. 2 കോടിയോ? എന്റെ റബ്ബേ, നമ്മൾ എന്താണ് ഈ കേക്കണത്? നിങ്ങൾ കടന്ന് ഉരുണ്ട് കളിക്കല്ലേ? നിങ്ങൾ ഇവരുടെ ടിക്കറ്റ് അടിച്ചു മാറ്റി 2 കോടി രൂപ അടിച്ചോണ്ട് പോയില്ലേ? കഴിഞ്ഞ ദിവസം തന്ന ടിക്കറ്റ് അടിച്ചോ? അല്ലാ, ഞമ്മളത് അറിഞ്ഞില്ലല്ലോ. വീരാൻ ഉരുണ്ട് കളിക്കരുത്. നിങ്ങൾ സിറ്റി പോയി ഇവരുടെ ലോട്ടറി ടിക്കറ്റ് മാറില്ലേ? അല്ലാ, ലോട്ടറി ടിക്കറ്റ്. പൊന്നു ഭാർഗവ, 2 ദിവസമായിട്ട് ഞമ്മക്കൊരു തുമ്മലും ചീറ്റലും ഒരു ജലദോഷത്തിന്റെ ആരംഭം. എന്നാ സർക്കാർ ആശുപത്രിയിൽ ചെന്ന് ഇത്തിരി മരുന്ന് മേടിക്കാന്ന് വിചാരിച്ചു. കാലത്തെ പോയാൽ OP ടിക്കറ്റ് ക്യൂ നിൽക്കാണ്ട് കിട്ടും. ഞമ്മൾ ആ ടിക്കറ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്റെ ഭഗവാനെ, ഇപ്പോഴാ ഞങ്ങൾക്ക് സമാധാനായത്. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് തന്നെ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഞമ്മളത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീരാൻ ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാണ്. നിങ്ങൾ ടിക്കറ്റ് തന്നപ്പോ ഞമ്മളോട് എന്താണ് പറഞ്ഞത്? ചെതലടിക്കല്, നനയല്, ഒരു ഇബിലീസും അടിച്ചോണ്ട് പോകല്ലേ എന്നല്ലേ? ഒരു ഇബിലീസും അടിച്ചോണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടി ഞമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ അലമാരിന്റെ മോളിൽ നല്ല 1ാം തരം ഫെവിക്കോള് വശത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ബുദ്ധി?